അസ്സലാമലൈക്കും. ജാസ്മിൻ സോം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കോഴിയടയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു കോഴിയടയാണിത്. നമുക്ക് ദിവസങ്ങളോളം വേണമെങ്കിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് ഞാനിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു കോഴിയട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കയ്യിലുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതിന് പകരമായിട്ട് ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഇനി ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇല്ലെങ്കിൽ ഈ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല. അപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഈ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കുകയാണ്. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതിയാവും. ഞാനിവിടെ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ചിക്കനൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ പൊടിക്കുന്ന ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇത് ഒരുപാട് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഈ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 ഉള്ളി ചെറുതായി കട്ട് ചെയ്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വലിയ ഉള്ളിയാണെങ്കിൽ 1 തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചിക്കനിലൊക്കെ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നവരെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിവിടെ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ ചെറിയൊരു തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ബ്രൗൺ കളറാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നവരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം.
അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് പൊടിച്ച് വെച്ച ആ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മസാലപ്പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒരു ചിക്കൻ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ, ഒരു മാസം വരെയൊക്കെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെ വെക്കണമെങ്കിൽ നമ്മളിതൊരു 3/4 മണിക്കൂറൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്ത് വെക്കുക. അല്ല നമുക്കൊരാഴ്ച വരെയൊക്കെ സ്റ്റോർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് അല്ല 20 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിതൊരു അടപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അടുപ്പൊന്ന് എടുത്ത് നോക്കുകയാണ്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടിച്ച് വെച്ചാൽ മതി. നമുക്കൊരു മാസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണെങ്കിൽ ഒരു 20-25 മിനിറ്റ് കൂടെയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതിയാവും. ഞാനിതിവിടെ ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് അടിച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ചെറിയ ജീരകം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇനി ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചപ്പാത്തിയും പൂരിയൊക്കെ മിക്സ് ചെയ്യുന്ന ആ രീതിയിൽ തന്നെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാനിതിലേക്ക് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ കയ്യിലുള്ള പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലൊക്കെ ചെറിയ മാറ്റം വരും. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ഓയിലൊക്കെ ചേർത്ത് കുഴച്ചെടുക്കുക. ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ട് കാണിക്കാം. ഞാനിതിവിടെ കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഒരു കാടമുട്ടയുടെ അത്രയൊക്കെ വലിപ്പമുള്ള ഉരുളകളാക്കി എടുത്താൽ മതിയാവും. ഞാനിതിവിടെ ഒരു 20 ബോൾസാക്കിയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് പരത്തിയെടുത്തിട്ട് ഞാൻ കാണിക്കാം. ഞാനിവിടെ എല്ലാ പത്തിരിയും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചൂടാക്കിയെടുക്കുന്നത്. ഇനി ഞാനിതൊന്ന് ചൂടാക്കുകയാണ്. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോ പത്തിരി ഇട്ട് ചൂടാക്കിയെടുക്കാം. ഓരോ ഭാഗവും 5 സെക്കൻഡ് മാത്രം വെച്ചാൽ മതിയാവും. അപ്പോൾ ഒരു പത്തിരി 10 സെക്കൻഡ് മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇതേപോലെ മുഴുവനും ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ എല്ലാ പത്തിരിയും ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്ത ഒരു മിക്സാണിത്. ഇതിവിടെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. ഇനി ഇത് മടക്കി വെച്ചതിന് ശേഷം ഒരു വിരൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ സൈഡ് ഭാഗം ഉൾഭാഗത്തേക്കാക്കി ഒന്ന് മടക്കും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു അടയുടെ ഉള്ളിലേക്ക് എണ്ണയൊന്നും കയറില്ല. അപ്പോൾ ഇതേപോലെ എല്ലാ അടയും തയ്യാറാക്കിയെടുക്കാം.
നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ ഇതേപോലെ ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചാൽ മതിയാവും. അങ്ങനെ ഒരു മാസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പം ഞാൻ ആദ്യത്തെ അട ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ മുഴുവനും തയ്യാറാക്കിയെടുക്കാം. അടയെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുക. ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോ അടയും വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതൊരു ഗോൾഡൻ കളറായി വരുന്ന വരെ ഇതേപോലെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കോഴിയുടെ ഇവിടെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരിയെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള അട കൂടെ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്